22 ലക്ഷം ജനസംഖ്യയുള്ള നഗരത്തിന് മെട്രോയുടെ ആവശ്യമുണ്ടോ? മലയാളിയുടെ ഹിപ്പോക്രസിയാണ് 5 എയർപോർട്ട് വേണമെന്നും മെട്രോ വേണമെന്നുമുള്ള വാശിയെന്ന് ക്രോക്കറി പാലസ് ഉടമ റഫീഖ് പറഞ്ഞു. കൊച്ചിയെ പോലെ കേവലം 2 മില്യൺ മാത്രം ജനസംഖ്യയുള്ളൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണമോ എന്നുള്ളതൊരു ചിന്തിക്കേണ്ട, ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ ഈ വികസനത്തെക്കുറിച്ചുള്ള ഒരു ഹിപ്പോക്രസിയുടെ മറ്റൊരു മുഖമാണ് മെട്രോ റെയിൽ. കേവലം 600 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള അല്ലെങ്കിൽ വീതിയുള്ള ഒരു സംസ്ഥാനത്ത് 5 എയർപോർട്ടുകൾ വേണം എന്ന് വാശി പിടിക്കുന്ന അതേ ഹിപ്പോക്രസി തന്നെയാണ് വെറും 20 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം പോപ്പുലേഷനുള്ള ഒരു സിറ്റിയിൽ മെട്രോ റെയിൽ വേണമെന്ന് പറയുന്നതും. മെട്രോ പണി മൂലം വീതിയില്ലാത്ത റോഡിലൂടെയുള്ള ഗതാഗത കുരുക്കുമൂലം നഗരത്തിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടി. ഇത് നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. മാത്രമല്ല, മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർ വീണ്ടും കുണ്ടും കുഴിയും താണ്ടി മാത്രമേ എത്തേണ്ടിടത്ത് എത്താൻ കഴിയുകയുള്ളൂവെന്നും റഫീഖ് വിമർശിച്ചു. ഇനി ഈ മെട്രോയുടെ പണി അവസാനിച്ച് മെട്രോ ഫംഗ്ഷനിലായി തുടങ്ങിയാൽ തന്നെ ഈ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഈ കൊച്ചിയുടെ കുണ്ടും കുഴിയും നിറഞ്ഞ ബസ്സുകാരും ഓട്ടോക്കാരുമായി തല്ലുകൂടേണ്ട ഈ റോട്ടിലേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അവിടെയും റോട്ടിൽ ഈ ഒരു മെട്രോ ഇതില് ഒരു വളരെ സ്റ്റൈലിലൊക്കെ ഇരുന്നിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ഈ ഇടികൂടി ഓടുന്ന ബസ്സിലും ഇടികൂടി ഓടുന്ന ഈ ഡീസൽ ഓട്ടോറിക്ഷയിലും കയറി വീണ്ടും ഒരു തനി കൊച്ചിക്കാരനായിട്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും. അതിൻ്റെ അപ്പുറം ഒന്നും തൽക്കാലം ഞാൻ മെട്രോ കൊണ്ട് ഒരു ഉപകാരം കാണുന്നില്ല. ഡെന്നംടിയൻ കൗണ്ട് ഡൗൺ മെട്രോയോട് സംസാരിക്കുകയായിരുന്നു റഫീഖ്.